എല്ലാവരും ഫുഡ് കഴിക്കുമായിരുന്നു, ഫുഡ് ടൈം ആയിരുന്നു. അപ്പോൾ അനീഷിനോട് എല്ലാവരും പറയുന്നുണ്ട്, അനീഷ് ചേട്ടാ എനിക്ക് ചോറ് തരണം, കറി തരണം എന്നൊക്കെ. അപ്പോൾ അനീഷ് പറഞ്ഞ് ഞാൻ നോക്കട്ടെ, എല്ലാവർക്കും തരാൻ പറ്റത്തില്ല, ഞാൻ 3 പേർക്ക് തരാം, അതാരാണെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തിട്ട് തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു എനിക്ക് തരണം അനീഷേ, എനിക്ക് തരണം എന്ന് കുറേ പ്രാവശ്യം പറയുന്നുണ്ട്, എൻ്റെ മുഖം മറന്നു പോകരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡൈനിങ് ടേബിളിൽ സാബുമോന്, അക്ബർ, ആര്യന്, ലക്ഷ്മി ഇരുന്ന് കഴിച്ചപ്പോഴാണ് നമ്മുടെ അനീഷ് വന്നിരുന്നത്. അപ്പോൾ അനീഷ് പറഞ്ഞു ഞാൻ 3 പേർക്ക് ഇന്ന് കൊടുക്കാം. പിന്നെ ആര്യന് കുറച്ച് കറിയും പിന്നെ ഷാനവാസിന് കറിയും കൊടുത്തു. പക്ഷെ ചോറ് മാത്രം ആർക്കാണെന്നറിയില്ല. അപ്പോൾ ഞാൻ ഓർത്തിട്ട് ലക്ഷ്മിക്കാണ് കൊടുക്കുന്നത്, ലക്ഷ്മി ഓർത്ത്. പക്ഷേ നമ്മുടെ അനീഷ് അക്ബറിനാണ് ചോറ് കൊടുത്തത്. കാരണം അക്ബറിനോട് പറയുന്നുണ്ട് നിനക്ക് നല്ല ആരോഗ്യം വണ്ണമുള്ള ആളാണ്, പക്ഷെ നീ എപ്പോഴും കുറച്ച് ചോറേ എടുക്കത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ചോറ് തന്നെന്ന് പറഞ്ഞ് അനീഷ് കുറച്ച് ഏറെ ചോറ് അക്ബറിന് കൊടുക്കുന്നുണ്ട്. അക്ബർ പറഞ്ഞു നിങ്ങൾക്ക് പുണ്യം കിട്ടും, അനീഷ് ചേട്ടൻ നീണാൾ വാഴട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അക്ബർ ഒരിക്കലും വിചാരിച്ചില്ല അക്ബറിന് ചോറ് തരുമെന്ന്. കാരണം ലക്ഷ്മി തൊട്ടടുത്തിരുന്ന് പറയുന്നുണ്ട് അനീഷെ ഞാനിവിടെ ഉണ്ട്, എൻ്റെ മുഖം ഓർക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അനീഷ് അക്ബറിനാണ്